വേറെ ബീഫൊക്കെ ഉണ്ടാക്കാൻ പോകും. അമ്മ മസാല വെച്ചപ്പോൾ ഇതെല്ലാം അമ്മ പൊളിച്ചിട്ടുണ്ട്. എളുപ്പമായി പൊടികളെല്ലാം എടുത്തിട്ടുണ്ട്. കൊച്ചിന് ആയിട്ട് വേണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ, 1/4 വരയുടെ ഇടയിലുള്ള മഞ്ഞൾപ്പൊടി. നെക്സ്റ്റ് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. കുറയേണ്ടത് 3/4. ഓക്കെ, എന്താകും തുള്ളി ഗരം മസാല. ഗരം മസാല ജീരപ്പൊടി ഉണ്ട്. തുള്ളി പെരുംജീരകപ്പൊടി. തുള്ളി ഇട്ടുണ്ട്. ഗരം മസാല ഇത് കുറേ ജീരകമാണ്. ഇത്ര മതി. 1 ടീസ്പൂൺ ഗരം മസാല 3/4 മതി. അത് നമ്മൾ പൊടി ഇടുന്നതിന് ശരി. ഈ കൊറിയൻഡർ ഒരുപാട് കുറച്ചിട്ട് കഴിഞ്ഞാൽ ഗരം മസാല 1 സ്പൂൺ ഇളക്കും. ഉപ്പാണ്, ഉപ്പൂണ് കുറച്ചിടാം. കളറുണ്ട്. അപ്പോൾ ഇനി കുറച്ചൊന്ന് ആവട്ടെ. തുള്ളി എടുത്തിട്ട് മിക്സിയിൽ അടിക്കുമ്പോൾ കുറച്ചും ടേസ്റ്റ് കിട്ടും. കുറുകിയിരിക്കും. നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ ഗ്രേവി കൂട്ടുന്ന കുറച്ച് മിക്സിയിൽ അടിച്ചിട്ട് ഹാർഡായിട്ടിരിക്കും. അതെല്ലാം ഇഷ്ടം, ടേസ്റ്റും കൂടും. അപ്പോൾ തക്കാളി ഇടാം. കറിവേപ്പില ലാസ്റ്റ് ഇട്ടാൽ കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം കറിവേപ്പില കുറച്ചെടുത്ത് മിക്സിയിൽ അടിക്കണം. ഇതിനകത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് വെച്ചിരിക്കുക. ആൾറെഡി മസാല അമ്മയിട്ട് പരട്ടി വെച്ചേക്കും. അതൊന്നും കഴിവേണ്ട വന്നില്ല. ഇതും കൂടെ ഫുള്ള് മസാല പിടിപ്പിച്ച് വെക്കും. ഇനി നമ്മളിവിടെ ഇളക്കി കൊണ്ട് മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് അടച്ചു വെക്കുക. മനസ്സിലാണോ? കുറച്ചും കൂടെ വേവുണ്ട്. ചോറിനോട് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നാരങ്ങ ഉണ്ടാക്കി. ഇവിടെ നമ്മുടെ വീട്ടിൽ ഓറഞ്ച് നാരകമുണ്ട്, ചെറുപ്പം അമ്മ പിഴിഞ്ഞിരിക്കും. അപ്പോൾ അത് തേനും പഞ്ചസാര തുള്ളി ഇപ്പം ഇഷ്ടമല്ല, പക്ഷെ അവർക്ക് ഇഷ്ടം. അങ്ങനെ കുറച്ച് മെനിക്കോട്ടായിരുന്നു. അപ്പോൾ തിളച്ച് വരുമ്പം കുറച്ച് കറിവേപ്പിലയും ഇട്ടും പരിപാടി ഒതുക്കും. ഓക്കെ.